അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ടു തർബിയ മീഡിയ. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോയിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും വീഡിയോ ധാരാളം വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ സമയങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ജീവിതത്തിൽ സമയം ചെലവഴിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റാൽ ഉറങ്ങുന്നത് വരെ, ഉറങ്ങുന്നതിൻ്റെ സമയം 10 മണി കഴിഞ്ഞാൽ പോലും മൊബൈൽ നമ്മൾ ധാരാളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഇന്നത്തെ ജനറേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈലാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഒരു പേജെങ്കിലും മറിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ട സമയമാണ്. ഖുർആൻ നമുക്കറിയാം ദസ്തൂറു ഹയാത്തിൽ ഇൻസാൻ എന്നാണ്, അല്ലേ? മനുഷ്യൻ്റെ നിയമാവലിയാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഓതാൻ സമയം നമുക്ക് കിട്ടുന്നില്ല. ഫീഹി വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീന വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, ഖുർആൻ നിങ്ങൾക്ക് റഹ്മത്താണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷിഫ ആണ്. എല്ലാം ഖുർആനിലുണ്ട് പരിഹാരം. പക്ഷേ ഖുർആൻ ഒന്ന് മറിച്ചു നോക്കാൻ നമ്മുടെ ദിവസങ്ങളിൽ നമുക്ക് കഴിയാതെ പോകുന്നു. ഭക്ഷണം കഴിക്കുന്നത്, വസ്ത്രം ധരിക്കുന്നത്, കളിക്കുന്നതിന്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നതിന് നമുക്ക് സമയമുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഒന്ന് നോക്കാനോ അത് പഠിക്കാനോ ഒന്ന് മനസ്സിലാക്കാനോ നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ജോലി തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ചിലപ്പോൾ കഴിയണമെന്നില്ല. എന്നിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് സൂറത്തുകളുണ്ടല്ലോ. ആ സൂറത്ത് ഏതെങ്കിലും ഒന്നൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ ഖുർആനിനോടുള്ള ഒരു പ്രതിബദ്ധത നമുക്കുണ്ടാക്കി തീർക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന, എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒരു ദിവസം ഒരു 30 ആയത്തെങ്കിലും ഓതാത്ത ജീവിതം ഒരു ദിവസം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകാൻ പാടില്ല. 30 ആയത്തുള്ള ഒരു സൂറത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സൂറത്തൊന്ന് ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സൂറത്ത് നമുക്കിങ്ങനെ പറയാം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക്, ആ സൂറത്തുൽ മുൽക്ക് 30 ആയത്താണ്. ആ സൂറത്ത് ഒരാൾ ഓതിയാൽ കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രികളിലും ഓതിക്കഴിഞ്ഞാൽ മനഅഹുല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബർ, അവനെ അല്ലാഹു ഖബറിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നാണ്. ഖബറിനെ കുറിച്ച് നമുക്കറിയാം, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ദുനിയാവെന്ന് പറയുന്നത് നശിച്ചു പോകുന്നൊരു ജീവിതമാണ്. എന്നാൽ ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കുള്ളൊരു പരിശീലന കേന്ദ്രമാണല്ലോ ദുനിയാവ്. ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞ് ആഖിറമാകുന്ന ശാശ്വതമായ ലോകത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ ആദ്യത്തെ വീടാകുന്നത് ഖബറാണ്. ആ ഖബറിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ഈ സൂറത്ത് ഓതിയാൽ മതി. മനഅഹുല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയെ തൊട്ട് തടയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. എല്ലാ രാത്രിയിലും ഈ സൂറത്ത് നമ്മൾ പഠിച്ചു വെക്കുകയും അത് ഓതുകയും ചെയ്താൽ നമുക്ക് ആ ഖബറിൽ വിജയിക്കാൻ സാധിക്കും. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി, നമ്മുടെ വാഹനം, നമ്മുടെ വീട് എല്ലാം നാം ഒഴിവാക്കി നാം ഖബറാവുന്ന ലോകത്തേക്ക് പോകേണ്ടവരാണ്. ജനിച്ചിട്ടുണ്ടോ മരണം ഉറപ്പാണ്. അതുകൊണ്ട് ഖബറിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് രക്ഷയ്ക്ക് വേണ്ടി ചെയ്തുകൂടെ? ഇന്നത്തെ ദിവസം മുതൽ എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് ജീവിതത്തിൽ പകർത്തണം. ഞാൻ എൻ്റെ ശരീരത്തിനോടും എൻ്റെ നഫ്സിനോടാദ്യം ഞാൻ ആഹ്വാനം ചെയ്ത് നിങ്ങളോടും ഉണർത്തുകയാണ്. തർബിയ മീഡിയയിലൂടെ ഇതുപോലെ നല്ല
വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. ഇൻഷാ അള്ളാഹ് എല്ലാവരും ഇത് കാണുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഖബറിൽ വിജയിച്ചാൽ മാത്രമാണ് നമുക്ക് പിന്നീട് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികളൊക്കെ എളുപ്പമാവുകയുള്ളൂ. അതുകൊണ്ട് ആ ഖബർ സുശക്തമായ രൂപത്തിൽ തന്നെ ഖബറിലെ വിജയത്തിന് വേണ്ടി നമ്മൾ ഇടപെടണം. അതിന് ഒന്നാമത്തൊരു കാര്യമാണ് സൂറത്തുൽ മുൽക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത്. അത് രാത്രിയിൽ തന്നെ എല്ലാവരും പകർത്താൻ ശ്രമിക്കുക, ഓതാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഉണർത്തി പുതിയൊരു വീഡിയോയുമായി തർബിയ മീഡിയയിലൂടെ നമുക്ക് കാണാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷനും മനസ്സിലാക്കി ഇൻഷാ അള്ളാഹ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് നന്മ അറിയിച്ചു കൊടുത്ത് നന്മ മനസ്സിലാക്കി നന്മയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.